ഗുഡ് മോർണിംഗ് ഫ്രം അമേരിക്ക. അപ്പോൾ നേരം വെളുത്തു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ്. ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കോഫി ഉണ്ടാക്കുന്നത് ഒരു ഫ്രഞ്ച് പ്രസ് എന്ന് പറയും. ഇത് ഒരു നല്ലൊരു കോഫിയാണ്, മീഡിയം റോസ്റ്റ് കോഫിയാണ്. ട്രേഡർ ജോസിൻ്റെ ബ്രാൻഡാണ്. ട്രേഡർ ജോസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ എല്ലായിടത്തും ഉള്ള ഒരു കടയാണ്. അവർ നല്ല നല്ല വസ്തുക്കളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന്. നമ്മുടെ മലബാർ പൊറോട്ട പോലും ട്രേഡർ ജോസിൽ വിൽക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ടിക്ക മസാല അങ്ങനെയുള്ള ഐറ്റംസ് ഫ്രോസൺ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും നല്ല മിതമായ ഒരു $2.99, $3.99, $4.99 നല്ല ഭക്ഷണം ലഭിക്കും അവിടെ നമുക്ക്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് പ്രസ്സാണ്. ഇത് ഫ്രഞ്ച് പ്രസ് എന്ന് പറയും. കാപ്പിപ്പൊടി ഇതിലിട്ടിട്ട് ചൂടുള്ള ഒഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഏറ്റവും നല്ല കോഫി ഉണ്ടാക്കാനായിട്ടുള്ളത് ഫ്രഞ്ച് പ്രസ്സാണ്. അപ്പോൾ ഈ കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുമായിട്ട് സംവദിക്കുക ഒരു വാർത്ത, ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചും കൂടി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 3 രാത്രികളായിട്ട്, ഇന്ന് രാത്രിയായി, പശ്ചിമേഷ്യയിൽ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ യുദ്ധം നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇസ്രായേൽ കഴിഞ്ഞ 3 രാത്രിയായിട്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട്, തകർക്കുന്നതിന് വേണ്ടിയിട്ട് ബോംബിങ് നടക്കുകയാണ്. പക്ഷേ ഈ ആണവ കേന്ദ്രങ്ങളോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ അവരുടെ എല്ലാ എയർ ഡിഫൻസ് സിസ്റ്റംസും തകർത്ത് കളഞ്ഞു. ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഭൂമിക്കടിയിലാണ് ഇറാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇറാൻ്റെ സമ്പുഷ്ടീകരണം 60% കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതാനും നാളുകൾക്കുള്ളിൽ ഒരു 10 ന്യൂക്ലിയർ ഹെഡ് ഇറാന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് IAEA മുതലുള്ള ഇൻ്റർനാഷണൽ ആറ്റോമിക് ഇതിൻ്റെ UN ഏജൻസിയൊക്കെ പറയുന്നത്. അപ്പോൾ അത് നിർത്തലാക്കാനായിട്ട് വേണ്ടിയിട്ട് കഴിഞ്ഞ 60 ദിവസത്തോളം ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ വിറ്റ്കോഫ് എന്ന ആൾ അവിടെ ഒരു സമാധാന ചർച്ച ഇറാനുമായിട്ട് നടത്തിയിരുന്നു. നിങ്ങൾ സമ്പുഷ്ടീകരണം നിർത്തണം, എല്ലാ യുറേനിയം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ നിങ്ങളെ ആക്രമിക്കില്ല എന്ന്. 61-ാം ദിവസം എന്നാൽ ഇസ്രായേൽ വന്ന് തിരിച്ച് അടിയാണ് ഇപ്പോൾ 3 ദിവസമായിട്ട് നടക്കുന്നത്. അതിൽ വേറൊരു ഡെവലപ്മെൻറ്റ്, ഇന്നലെ ഇസ്രായേലിനും അടി കിട്ടിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ടെലവീവിലെ പെൻറ്റഗണിന് സമമായിട്ടുള്ള സ്ഥലത്ത് ഇസ്രായേലിന് അടി കിട്ടിയിരിക്കുന്നു. 3 ആൾക്കാർ മരിച്ചിരിക്കുന്നു. ഇറാനിൽ ഒരു 80ഓളം ആൾക്കാർ മരിച്ചിരിക്കുന്നു. പക്ഷേ ഇതുമായിട്ട് നമ്മുടെ കേരള ചുറ്റുപാടിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വാർത്തകളാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഒരു തെമ്മാടി രാജ്യമാണെന്നുള്ളത്. ഈ ശ്രീമാൻ പിണറായി വിജയൻ അവസരം ലഭിക്കുമ്പോൾ മുഴുവനും മോഡിയോടൊപ്പം ചേർന്നിട്ട് കേരള സുഡുക്കൾക്ക് പണി കൊടുക്കുന്ന ഏറ്റവും വലിയ വിദഗ്ധനാണ്. നമ്മളത് മറ്റേ CAA എന്ന് പറഞ്ഞ ഇതൊക്കെ വന്നിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഈ പിടിച്ച് പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ജയിലിൽ കൊണ്ടിടാനുള്ള ജയിൽ മോഡിക്ക് പണിത് കൊടുത്ത ആളാണ് ശ്രീമാൻ പിണറായി വിജയൻ. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ പോട്ടെ, സുഡുക്കളുടെ കുറച്ച് നിലമ്പൂർ ഇലക്ഷൻ വരുമ്പോഴുള്ള ഒരു വോട്ട് നേടുന്നതിന് വേണ്ടിയാണ് ശ്രീ പിണറായി വിജയൻ്റെ ഇസ്രായേലിനൊരു തമ്മാടി രാജ്യം. നമ്മളൊരു കാര്യം മനസ്സിലാകും, കൃഷിമന്ത്രി ഇസ്രായേലിൽ പോയിട്ട് കൃഷി പഠിച്ച് കേരളത്തിൽ കൃഷി ചെയ്യിപ്പിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിനിടെ ഒരുത്തും ചാടിപ്പോയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഈ ഒരു കേരളത്തിൻ്റെ കേരളത്തിൻ്റെ പണം അത് ബിസിനസ് ക്ലാസ്സിലാണോ ഫസ്റ്റ് ക്ലാസ്സിലാണോ പോയെന്നറിയില്ല. ഇസ്രായേലിൽ കൃഷി പഠിക്കാൻ പോയി, കേരളത്തിലെ കൃഷി, അതിൽ നിന്ന് ഒരുത്തും ചാടിപ്പോയി. കൃഷി പഠിക്കാൻ അത്ര ദാരിദ്ര്യമാണ് കേരളത്തിൽ. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം നിലമ്പൂർ ഇലക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. വേറൊരു ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ സുഡുക്കൾക്ക് ഭൂരിഭാഗവും 99% സുന്നി വിഭാഗത്തിൽപ്പെട്ടതാണ്. അതിൽ തന്നെ ഒരു 10-15 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ 99% സുഡുക്കളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചേക്കണത് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരോ അല്ല, ഷീയകളാണ്. ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഷീയകളാണ് ഏറ്റവും കൂടുതൽ സുന്നികളെ കൊന്നിരിക്കുന്ന ലോകത്ത്, വേറെ ആരുമല്ല. പിന്നെ ഇവരുടെ മതം എന്നും വിശ്വാസം എന്ന് പറയുന്നത് തല്ലി ചാക എന്നുള്ളതാണ് ഈ മതത്തിൻ്റെ ഇത്. അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മളങ്ങോട്ട് മാറിക്കൊടുക്കാമെന്ന് വിചാരിക്കും. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും 75% അങ്ങോട്ട് മാറിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഷിയ സുന്നി മുജാഹിദ് ബിജാഹിദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചങ്ങോട്ട് നിരത്ത് തല്ലി ചാവും. ഞാൻ തയ്യാറാണ് എൻ്റെ ഇതങ്ങോട്ട് കൊടുക്കാനായിട്ട്. സ്ഥലം ഞാൻ വിട്ടു പോന്നിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിലാണ്. വിട്ടുകൊടുത്താൽ ഇവർ തല്ലി ചാവും, സുന്നി ഷിയ മുജാഹിദ്. കാരണം അത് അവരുടെ
ഐഡിയോളജിയിൽ പെട്ടതാണ് സമാധാനപരമായിട്ട് തല്ലിച്ചാവ എന്നുള്ളത്, തമ്മിൽ തല്ലിച്ചാവ. അപ്പോൾ ഈ കേരള സുടുക്കൾക്ക് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു. ഈ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് ഒരു വെളിവും ബുദ്ധിയില്ലാത്ത അൽ കേരള സുടുക്കൾ അവരെ തന്നെ കൊല്ലുന്ന ഇറാന്റെ ഷിയ ഭരണകൂടം. ഈ ഷിയ ഭരണകൂടമാണ് ഹൂത്തികളെ വെച്ചിട്ട് യമനിൽ നിന്നും ചറാപറാന്ന് അവരുടെ മക്ക മദീന പൊളിക്കാനായിട്ടുള്ള മിസൈലുകൾ വിട്ടുകൊണ്ടിരിക്കണേ. അതിന് ഡിഫൻസ് സിസ്റ്റം വെച്ച് മക്കേനെയും മദീനയും സംരക്ഷിക്കുന്നത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളാണ്, അതല്ലാതെ ഇറാനല്ല. തന്നെയുമല്ല, ഇവർ തമ്മിൽ ഒറ്റും. അതായത് അമേരിക്കയ്ക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ സുന്നികളെ അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഒറ്റിയത് നസറുള്ളയൊക്കെ പടായി ഇവിടുത്തെ ഹെസ്ബുള്ളയുടെ ലെബനിൽ ഒളിച്ചിരുന്നവൻ. അയാളാണ് ഈ ISISനെയും അൽഖ്വയ്ദയും സുന്നി ശക്തികളും ഒക്കെ നശിപ്പിച്ചേക്കുന്നത്. അപ്പം ഈ കേരള സുടുക്കൾക്ക് എന്നാണ് ബോധം ഉദിക്കുക? അതായത് ഈ ഷിയകളാണ് നിങ്ങളെ കൊല്ലുന്നത്, അതല്ലാതെ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ മറ്റ് മതമില്ലാത്തവരൊന്നല്ല നിങ്ങളെ കൊല്ലുന്നത്. ഈ നിങ്ങളെ കൊല്ലുന്നത് ഇറാനിയൻ സുടുക്കളാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവരുടെ എന്തൊക്കെ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയുടെ താഴെയൊക്കെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നു F-35 പൊളിഞ്ഞിരിക്കുന്നു, സന്തോഷിക്കുന്നു. അപ്പം F-35 ഒന്നും വീണിട്ടില്ല, പക്ഷേ ഇറാനിൽ ടെലവീവിൽ അടി നടന്നിട്ടുണ്ട്. ഒരു 3 ആൾക്കാരോളം പോയിട്ടുണ്ട്. ഇനി ആ അടി മുന്നോട്ട് പോകുമെന്നാണ്. ഇനി എങ്ങാനും ഒരു ഇതും കൂടി ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു ടെലവീവിൽ, കാരണം ഇസ്രായേൽ ആക്രമിക്കുന്നത് മിലിറ്ററി ഇൻസ്റ്റോളേഷൻസ് ആണ്, അവരുടെ ബാലിസ്റ്റിക് മിസൈൽ, എയർ ഡിഫൻസ് സിസ്റ്റം, ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. പക്ഷേ ഈ ഇറാൻ ആക്രമിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത്, ടെലവീവ് പോലെയുള്ള. കാരണം ഒരു യുദ്ധം നടക്കണമെങ്കിൽ പോലും അതിലും ഒരു മാന്യത എഴുതി വെച്ച ജനീവ കൺവെൻഷൻസ് നിയമങ്ങളൊക്കെ ഉണ്ട്. ഇറാൻ ഈ രാജ്യം അപ്പോൾ എന്ന രാജ്യം വിടുന്നത് ജനങ്ങളെ, സാധാരണക്കാരായ സിവിലിയൻസിലെയാണ് കൊല്ലുന്നത്. അപ്പോൾ ഇന്നലെ നെത്തന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇനി എങ്ങാനും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ബോംബുകൾ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെഹ്റാൻ നിന്ന് കത്തുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിലമ്പൂർ ഇലക്ഷന് തെമ്മാടി രാജ്യമായിട്ട് പിണറായി വിജയൻ പറഞ്ഞ അത് പിണറായി വിജയൻ എത്ര ബുദ്ധിപൂർവ്വം പറയണം. സുടുക്കളൊക്കെ സുന്നികളാണ് കേരളത്തിലെ. നിലമ്പൂർ 99% സുന്നികളാണ്. അവരെയാണ് ഈ ഇറാൻ കൊന്നിരിക്കുന്നത്, അവരെയാണ് ഏറ്റവും കൂടുതൽ ഇറാൻ കൊന്നിരിക്കുന്നത് അവരുടെ പ്രോക്സി ടീമുകളെ വെച്ചിട്ട്. അപ്പോൾ ഈ സുടുക്കൾക്ക് ബോധവും വെളിവുണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെങ്കിലുമൊക്കെ ഒരു ആരെങ്കിലും സതീശനോ കോൺഗ്രസിൽ നിന്നോ എവിടെയെങ്കിലും വന്നിട്ട് ഒരു യാഗോ യജ്ഞമൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട കേരള സുടുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കാപ്പി ഉണ്ടാക്കുന്നതിനിടയിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. അൽ കേരള സുടുക്കൾ ബുദ്ധി വയ്ക്കട്ടെ, നിങ്ങളെ കൊല്ലുന്നത് മുഴുവനും ഇറാനാണ്, ഞങ്ങൾ ആരുമല്ല. പിന്നെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരള സാഹചര്യത്തിലെ കമ്മ്യൂണിസ്റ്റ് കമ്മികളും ഈ ഇസ്ലാമും തമ്മിലുള്ള ആ ഒരു സുടുക്കളും തമ്മിലുള്ള ഒരു ഇത്. അപ്പോൾ നമുക്കറിയാം, അതിൻ്റെ സെക്രട്ടറി, ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറും സെക്രട്ടറിക്ക് ആയിരുന്ന മഹാനായ MA ബേബി, ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ സുടുക്കളെ ഒന്ന് ഇങ്ങോട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, ആഗോള ഇതിൻ്റെ എന്തൊട്ടാണ് ഉരുട്ടിയിട്ട് പറയും അദ്ദേഹം, അധിനിവേശ ശക്തികളുടെ, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അധിനിവേശ ആഗോള ശക്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട് സുടുക്കളെ അങ്ങോട്ട് പെരുപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത് അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ നിലപാടുകളോ. ഇതൊക്കെ ഈ സുടുക്കളെ പറ്റിക്കാനും ഒപ്പം കമ്മികൾ, അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്. അപ്പം ഈ കമ്മി എന്ന് പറഞ്ഞ് നടക്കണം, ഹിന്ദു ക്രിസ്ത്യൻ കമ്മികൾക്കൊന്നും വെളിവില്ല, ബുദ്ധിയില്ല. ഈ പുരോഗമനവാദം, ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഈറ്റങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഇത്. അപ്പോൾ ഞാനപ്പോൾ ഇരുന്ന് ചിരിക്കായിരുന്നു. ഈ MA ബേബിയുടെയൊക്കെ കുടുംബത്തിൽ ആ ചേച്ചിക്ക് ഇരുന്ന് ചിരിച്ച് വണ്ടാറടങ്ങുണ്ടാവും. കാരണം പറയണത് ഒരു ഇതില്ലാത്ത കാര്യമെന്നുള്ളത് കണ്ടാലറിയാം. അധിനിവേശ ശക്തികളെ നമ്മൾ തുരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അയറ് പിടിച്ചിട്ട് അങ്ങോട്ട് പറയും. ഇയാൾ ഉള്ളിൽ പോയിട്ട് ഇവർ കുടുംബമായിട്ടിരുന്ന് ചിരിക്കുന്നുണ്ടാവും, സുടുക്കളെ പറ്റിച്ചതിൻ്റെ രസത്തിലിരുന്ന് ചിരിക്കുന്നുണ്ടാവും ഈ MA ബേബിയും കൂട്ടരൊക്കെ. അതാണ് കേരളത്തിലെ കമ്മികളുടെ ഇത്. കാരണം ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് ആ വോട്ട് 65%. അവിടെ വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സുടുക്കൾ 65% ഭിന്നിപ്പിച്ച് വെച്ചേക്കാണ്. ഷൗക്കത്ത് അലിയും അൻവറും SDP സാദിഖ് എന്ന് പറഞ്ഞ പാർട്ടി. അതിനിടയിൽ കാഫിർ ജയിക്കുമോ,
മോഹൻ ജോർജ് ഒന്നും കൂടി ഇത്തിരി വോട്ടൊക്കെ പിടിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കാഫിർ ജയിക്കും. കാഫിർ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരള സുഡുക്കളുടെ അവസാനമായിരിക്കും ഞാൻ പറയുന്നു. കാരണം നിങ്ങളോട് ഞാൻ വ്യക്തമായി ഞാൻ സത്യം മാത്രമേ എൻ്റെ ചാനലിൽ വിളിച്ച് പറയുള്ളൂ. കാര്യത്തിരി ഇതുകൂടെ ഇത്തിരി ഹാസ്യത്തോടെ പറയുകയാണെങ്കിലും നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങളോട്, കാരണം ഈ ഒരു പ്രത്യയശാസ്ത്രങ്ങളോടാണ് നമ്മുടെ മല്ലിപ്പിടുത്തം. അപ്പോൾ ഈ 65% ഉണ്ടെങ്കിൽ പോലും ഭിന്നിപ്പിച്ച് അവിടെ ഒരു കാഫിർ ജയിക്കുന്ന സ്ഥിതിയാണ് ഇന്ന് നിലമ്പൂരുള്ളത്. നമുക്ക് അധികം വൈകാതെ കണ്ടറിയാം സ്വരാജ് ജയിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്.